ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് ചുറ്റും മഴയാണ്. പിന്നെ ആ ഒരു പോളിയോസം അടിക്കുന്ന ഒരു വെള്ളത്തിൻ്റെ ഒരു വോയിസ് ഉള്ളത് കൊണ്ട് തന്നെ ക്ലിയർ ആവുണ്ടെന്ന് അറിയില്ല. ഞാൻ എന്നാലും സെപ്പറേറ്റ് കാട്ടി തരുമ്പോൾ ഞാനൊരു വേറെ സ്ഥലത്ത് കൊണ്ടുവച്ച് ഞാൻ കാട്ടിത്തരാം. പിന്നെ ഇത് വീണ്ടും കുറച്ച് അഗ്ലൂണിമയുടെ കോംബോ സെറ്റ് ചെയ്തിട്ടുണ്ട്. റേറ്റ് വരുന്നത് 500 റുപ്പീസാണ്. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. DDDC സ്പീഡ് പോസ്റ്റ് നമ്മൾ പ്ലാൻസ് കൊറിയർ അയച്ചു കൊടുക്കുന്നത്. ബൾക്കാണെങ്കിൽ KSRTC റെയിൽവേ പാഴ്സൽ സർവീസ് അവൈലബിൾ ആണ്. നമ്മുടെ സിംഗിൾ പ്ലാൻസ് ആയിട്ടും പ്ലാൻസ് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ റേറ്റും പ്ലാനിൻ്റെ ഡീറ്റെയിലും കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാറ്റലോഗ് നോക്കാം. നമുക്ക് ഇന്ന് ഓരോ കോമ്പോസ് ഏതൊക്കെയൊന്ന് നോക്കാം. എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അതെ, ഇതാണ് ഫസ്റ്റത്തെ കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത്. റേറ്റ് വരുന്നത് 500 ആണ്. അത്യാവശ്യം നല്ല നനവുള്ള സ്ഥലത്താണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇതേ 3 പ്ലാന്റ്. ഇത് ഒരു ഹാങ്ങിൻ്റെ പ്ലാന്റാണ്. 2 ലീഫ്, ഇത് പുതിയൊരു ലീഫ് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ട്രൈ കളർ, നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള ട്രൈ കളറിൻ്റെ പ്ലാന്റാണ്. ഇത് പിങ്ക് കളർ. 3 പ്ലാന്റിന് റേറ്റ് വരുന്നത് 500 റുപ്പീസാണ്. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. ഈ ഒരു പ്ലാന്റ് കോംബോ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. നമുക്കിനി ഡെലിവറി ഉള്ളത് നെക്സ്റ്റ് മൺഡേ ആണ്. അതായത് പിന്നെ തേഴ്സ്ഡേ, അടുത്ത മൺഡേ ആയിരിക്കും നമ്മളിനി അടുത്ത പാക്ക് ഉണ്ടാവുക. ഇതാണ് ഫസ്റ്റത്തെ കോംബോ വരുന്നത്. സീഡ്ലിംഗ് അല്ല, അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള പ്ലാന്റാണ്. ത്രീ പ്ലാന്റ് 500 റുപ്പീസ്. ഇതാണ് സെക്കൻഡ് കോംബോ. ഫ്രോസൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇത് പിങ്ക് സ്ലാഷിൻ്റെ ഒരു പ്ലാന്റാണ്. തായ്ലൻഡ് റെഡിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ത്രീ പ്ലാന്റ് 500 റുപ്പീസ്. ഇതാണ് തേർഡ് കോംബോ. ട്രൈ കളറിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ജയ്പോങ് റെഡിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. റെഡ് ഷെയ്ഡ് കുറവാണ്, ഇങ്ങനെ റെഡായി വരുന്നതേ ഉള്ളൂ. പിന്നെ സ്പാർക്ലിങ്ങിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. $500 ആണ് റേറ്റ് വരുന്നത്. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. 3 പ്ലാന്റ് 500 രൂപ. ഇതാണ് തേർഡ് കോംബോ. ഇതാണ് ഫോർത്ത് കോംബോ. തായ് ഫ്രോസനാണ് ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഒരു പിങ്കും ഗ്രീനും വരുന്നൊരു ഷെയ്ഡാണ്. ബ്യൂട്ടിയുടെ ഒരു പ്ലാന്റ്. കമ്പാരിറ്റീവ്ലി ഫ്രോസും കുറച്ച് ഹൈറ്റുള്ള പ്ലാന്റാണ്. ഇത് രണ്ടും കുറച്ച് സെയിം സൈസ് വരുന്നൊരു പ്ലാന്റ്. 500 റുപ്പീസ്. നെക്സ്റ്റ് കോംബോ മിൽക്കി വൈറ്റിൻ്റെ ഒരു ബുഷി പ്ലാന്റ് ഉണ്ട്. പിന്നെ ഒരു ഗ്രീൻ വെറൈറ്റി. ഇതിലൊരു ഡാർക്ക് പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത്. ഐഡിയ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ നമ്മുടെ പനാമ, റെഡ് പനാമയാണ്. അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ത്രീ പ്ലാന്റ് 500. 500. നെക്സ്റ്റ് കോംബോ വൈറ്റ് അജ്മൻ, പിങ്ക് വാലൻ്റെ, പിങ്ക് സ്വാഡിൻ്റെ പ്ലാന്റ്.
നല്ല സൈസുള്ളൊരു കോംബോ ആണ് കേട്ടോ പ്ലാന്റ്. അപ്പം എല്ലായിടത്തും നല്ല മഴയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഗാർഡനിലേക്ക് ഇറങ്ങുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് നമുക്കവിടെ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഞങ്ങളിവിടെ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല ക്ലീനിങ് ആയിരുന്നു. നമുക്ക് മാർക്കറ്റിലേക്ക് കുമ്മായൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് എല്ലാവരും സേഫായിട്ടിരിക്കുക. പിന്നെ നമ്മൾ സ്പെഷ്യലി അഗ്ലോണിമകൾ വളരെ തീരെ വെള്ളം കുറവ് മതി. നമ്മൾ മുകളിൽ എത്ര ഭംഗി നോക്കിയിട്ട് കയറില്ല. പ്ലാന്റ് അടിയിൽ ഇപ്പോൾ ചീച്ചിലുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുക. നനച്ച് കൊടുക്കണം. ചിലപ്പോൾ ഈർപ്പൊക്കെ അല്ലെങ്കിൽ തൂവാലൊക്കെ അടിക്കുമ്പോൾ അത്യാവശ്യം ലീഫുകളൊക്കെ നല്ല പോലെ വെള്ളമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും അത്യാവശ്യം നല്ല നമുക്ക് നനവടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായി കൺട്രോൾ ചെയ്യുക. പിന്നെ സാഫൊക്കെ അടിച്ചു കൊടുത്ത് നല്ലതായിരിക്കും. എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും. ഇതാണൊരു കോംബോ. ലാസ്റ്റ് കോംബോ ലക്കാച്ചിരി പ്ലാന്റ് ഉണ്ട്. ഇത് നമ്മുടെ ബോക്സറിൻ്റെ പ്ലാന്റാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. സ്പാർക്ലിങ്ങിൻ്റെ പ്ലാന്റ്. ത്രീ പ്ലാന്റ് 500. അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.